ഹരി ഗോവിന്ദ. ഭഗവാൻ കഴിച്ചോ? കഴിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. അപ്പൊ വീണ്ടും യശോദാമൻ പറയുകയാണ്, മങ്ങിടുന്നു വിശപ്പാൽ നിൻമുഖം കിങ്ങിടുന്നു, നിന്നമ്മേക്കിതു കാണാൻ വയ്യല്ലോ കണ്ണനുണ്ണി ഗോവിന്ദ ഹരി. കുഞ്ഞുങ്ങളെ നോക്കി ഭഗവാൻ നോക്കണോ? ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി. അപ്പൊ ഇവിടെ ഈ ചൊല്ല് ഇതെല്ലാം വേദാന്തമാണ്. സംഗതി എഴുതണമെന്ന് നിങ്ങൾക്ക് തോന്നും. ഒരു അപേക്ഷയായിരുന്നു കുഞ്ഞിനോട്, മോനെ കഴിക്കട. ഭഗവാൻ കഴിച്ചോ? കഴിച്ചില്ല. ഇല്ല. അപ്പൊ പ്രലോഭനമായി. എന്താ പറയുന്നത്? വറുത്തുപ്പേരിയും കാളനും ചോറും കട്ടത്തൈരും ചമ്മന്തിയും എന്നിതെല്ലാം വിളമ്പിടുന്നിതാ കണ്ണനുണ്ണി മാമുണ്ണി. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഭഗവാൻ കഴിച്ചോ? പ്രലോഭനം വീണ്ടും കൂട്ടി. എന്താണ്? എന്തെല്ലാം നിങ്ങൾ അമ്മമാരെ പണ്ട് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ, ഇതെല്ലാം വന്ന് നോക്കിക്കേ, ഇതെല്ലാം വന്ന് നോക്കിക്കേ, അമ്മ മോനെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കേ, ഇതെല്ലാം വെച്ചാത്തമ്മ വാരി തരട്ടെ എന്നൊക്കെ പറയുന്നത് പോലെ ഉപ്പുമാമ്പരം രാമയ്യൻ കറി ഉപ്പിലിട്ടതു പപ്പടം എന്നിതെല്ലാം വിളമ്പിടുന്നിതാ കണ്ണനുണ്ണി മാമുണ്ണി. ഗോവിന്ദ ഹരി പോട്ടെ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അപ്പോഴും ഭഗവാൻ കഴിച്ചത്. അപ്പൊ യശോദാമ്മയ്ക്ക് കൊച്ചിന് മാത്രം കൊടുത്താൽ മതി, ഒട്ടല്ലേ കയറി. അപ്പൊ പിന്നെ ഒരു കേട് പറയുകയാണ്, നിന്നോടെ പൊന്നിൻ കിണ്ണത്തിൻ ചുറ്റും ധന്യരാ ഗോപപാലന്മാർ. മോനെ കഴിക്കണ കൂട്ട, മോന് തന്നു ഉറങ്ങി തരത്തിട്ട് വേണം. ചേട്ടന്മാർക്കൊക്കെ അമ്മയ്ക്ക് വരെ കൊടുക്കണ്ടേ? ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ടോ കിണ്ണോ വെച്ചോണ്ട് കഴിക്കട എന്ന് നമ്മുടെ അപ്പ പറയുന്നത് പോലെ നിന്നോടെ പൊന്നിൻ കിണ്ണത്തിൻ ചുറ്റും ധന്യരാ ഗോപപാലന്മാർ കിണ്ണവും വെച്ചു കാത്തിരിക്കുന്നു കണ്ണനുണ്ണി മാമുണ്ണി. ഗോവിന്ദ ഹരി ഉറക്കെ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓ ചുമ്മാതല്ല കൊച്ചനൊന്നും കഴിക്കാത്തത്. യശോദാമ്മയ്ക്ക് ഇപ്പൊ ഞാൻ കുട്ടൻസ് കഴിക്കുക. എന്തൊക്കെ കുട്ടൻസാണ്? കഴിക്കാതിരിക്കുന്നതിന്റെ കുട്ടൻസ്. കാരണം കളിച്ചോണ്ടിരിക്കുകയാണല്ലോ കുഞ്ഞ്. ആ കളിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിനെയാണ് ബലാൽക്കാരൻ എടുത്തുകൊണ്ട് വന്നത്. അപ്പൊ കളിപ്പാട്ടങ്ങളൊക്കെ കൈവശേഷിപ്പുണ്ട്. കുട്ടികളുടെ കളിപ്പാട്ടത്തിനോടാണല്ലോ അട്രാക്ഷൻ കൂടുതൽ. അതുകൊണ്ട് യശോദാമ്മ ആ കുഞ്ഞിനോട് പറയുകയാണ്, കൊമ്പും ചൂരലും കക്ഷത്തിൽ വയ്ക്കാം, പമ്പരം വയ്ക്കാം അംഗത്തിൽ, അന്യന്മാരും വന്നിടൂക്കില്ല കണ്ണനുണ്ണി മാമുണ്ണനെ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി
തൃഷ്ണയോടെ വരുന്നു ശങ്കരൻ. തൃപ്പങ്കോട്ട് ഇടത്തല്ലേ, എന്താ തൃപ്പക്കുളത്ത് അല്ലേ? ദേവടെ വന്നിട്ടുണ്ട്. ഇത് കാണാൻ ഭഗവാന്റെ ശ്രീകൃഷ്ണൻ ഭഗവാൻ കുട്ടിയായിരിക്കുമ്പോഴുള്ള ആ തിരുവമൃതത്തിൽ കാണാൻ. കാര്യം ഇത്തരം ഭഗവാന്മാർക്കൊന്നും ബാല്യകാലമില്ല. ഇത്തരം ഭഗവാന്മാർക്കൊന്നും ഇത് ദേവിക്ക് ഇവിടെ ഒരു ബാല്യകാലമില്ലല്ലോ. അതുകൊണ്ട് ദേവിയോട്ടൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൃപ്പക്കുളത്തിൽ വന്നിരിക്കുകയാണ് ഭഗവാൻ. ആ വാതിക്കേണ്ടാണ് നഗരിന്നും അങ്ങേര് വന്നിട്ടുണ്ട്. മനസ്സിലായോ? ആദ്യം അങ്ങനെ വന്നിട്ടുണ്ട് നാരായണൻ. അത് കൃഷ്ണനായിട്ട് അഭിനയിക്കുന്നതാണ്. അവിടെ സാക്ഷാത് ശ്രീനാരായണൻ, നഗരിൽ നാരായണനാണ് കൃഷ്ണനായിട്ടിരിക്കുന്നത്. എല്ലാവരും നാരായണൻ വന്നിട്ടുണ്ട്. ശരി, അവിടെ കൃഷ്ണനെ എങ്ങനെ ഇടുന്നോട്ടെ. എവിടെ വന്നിപ്പോണ്ട് നോക്കിക്കാട്ടെ. തൃഷ്ണയോടെ വരുന്നു ശങ്കരൻ വിഷ്ണു നിർമാല്യം ഉണ്ണാനും പുണ്യം നേടാനും കാകവേഷത്തിൽ കണ്ണനുണ്ണി മാമുങ്ങണേ ഗോവിന്ദ ഹരി. ഉറക്കെ കയ്യടിച്ച് ഗോവിന്ദ ഹരി. നോക്കണം, എത്രയോ സമയങ്ങളായിട്ട് യശോദാമ്മ ഈ കുട്ടിയെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദേഷ്യം ശരിയ മനുഷ്യർക്കായാല് എത്ര സമയമുണ്ട് ഉണ്ടാകല്ലയോ. അങ്ങനെയാണ് പൂർവ്വജന്മത്തിലെ ശത്രുക്കളാണ് ജന്മം മക്കളായി വന്ന് ജനിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഒന്നും ചെയ്യാൻ വയ്യാലോ, ആ രീതിയിലുള്ള ഒരവസ്ഥയാണ്. അപ്പൊ താ നോക്കിക്കാട്ട് എൻ്റെ പൊന്നെ. അപ്പൊ എന്ത് ചെയ്തു യശോദാമ്മ? ഒരു പ്രലോഭനത്തിന്റെ മാർഗമെടുത്തു. നമ്മളെല്ലാം പ്രലോഭനക്കാരാണല്ലോ. ചെറുക്കാ ആ മോനെ നിറവിലേക്ക് നമ്മൾ മാറ്റി. ഇപ്പൊ ചെറുക്കാനായി. എന്താ പറഞ്ഞത്? വെണ്ണ, പാൽ, പഞ്ചസാര, പായസം എന്നിവയെല്ലാം ധാരാളം ഉണ്ണുകിൽ വെളുത്തിയിടും. ഒരു പാര അഥവാ കറുപ്പനാണല്ലോ. അപ്പൊ പറയാണ്, ഞാൻ നൽകുന്ന ഈ വെണ്ണയും പാലും പഞ്ചായത്ത് തിന്നത്തില്ല ഈ കറുത്ത ഒക്കെ പറയുന്ന പോലെ അമ്മമാരെ കുട്ടികളെ പറഞ്ഞ പോലെ വെണ്ണ, പാൽ, പഞ്ചസാര, പായസം എന്നിവയെല്ലാം ധാരാളം ഉണ്ണുകിൽ വെളുത്തിടും നിന്നുടൽ കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദ ഹരി. എന്നിട്ടും ഭഗവാൻ കഴിച്ചില്ല. പിന്നെ ഇടയ്ക്കകത്ത് വല്ലതുണ്ടെങ്കിൽ അമ്മമാരും അതിൻ്റെ അമ്മമാരെല്ലാം കഴിച്ചേക്കണം. എല്ലാം ഫ്രീ ആക്കി ഇനി തരണം. എല്ലാം നിങ്ങൾ കഴിച്ചോണം, മുതിർന്നവർ കഴിച്ചോണം. കുട്ടികൾ ഇടയൊക്കെ ഫ്രീ ആയിരിക്കും. നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട. ഭഗവാന്മാരുടെ തിരുവാമൃതത്തെ നമ്മളെ കാണാൻ പാടില്ല. ദേവന്മാർക്ക് പൂജ ചെയ്യാനായിട്ട് അകത്തേക്ക് കൊണ്ടുപോകുന്ന പാത്രം മൂടിയാണ്. നട അടച്ചിട്ട് തെരുവിൽ കൂടി ഇറങ്ങി പോരേണ്ടതാണ്. ഉപരി പോരണം, പാത്രം പോരണം, ഉപസ്ഥാനം, നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലേക്ക് പോകേണ്ട. അപ്പം ഇതിലേക്ക് കൊണ്ടുവന്ന് ആരും കഴിച്ചില്ല. ദേഷ്യം അധികത്തില്ലയോ? അമ്മമാരുടെ അവസ്ഥ നമ്മുടെ ഭാവനയെ കാണാം. അപ്പൊ എന്തെല്ലാം പറഞ്ഞു, ഇതെല്ലാം നൽകി. അപ്പൊ ദേഷ്യം വന്നപ്പം യശോദാമ്മയോടെ കടുപ്പിച്ച് പറയാണ്, കട്ടത്തൈരും പരിപ്പും വെണ്ണയും ചട്ടവും കൂട്ടി ഉണ്ണായിൽ ചോർന്ന കുന്തളം നീളം വഹിക്കില്ല. ഭഗവാന്റെ മുന്നിൽ ഇവിടെ വരെയുള്ളൂ. കീഴ്പോട്ട് വളർന്നിട്ടേ ഇല്ല. നല്ല കടുത്ത ഇളവ് ഗുണം, നല്ല ചുരുക്ക കുടികളൊക്കെയാണ്. നീളം കുറവാണ്. അതുകൊണ്ട് ഭഗവാനെ ഒന്നുകൂടെ ഒന്ന് വരട്ടാൻ വേണ്ടി പറയുകയാണ്, കട്ടത്തൈരും പരിപ്പും വെണ്ണയും ചട്ടവും കൂട്ടി ഉണ്ണായിൽ ചോർന്ന കുന്തളം നീളം വഹിക്കില്ല കണ്ണനുണ്ണി മാമുണ്ണനേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ
ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. പറഞ്ഞെല്ലാം തിരിച്ച് ഗോവിന്ദ ഹരി ഉറക്കെ ആര് ജപിക്കാതിരിക്കണം. ഗോവിന്ദ ഗോവിന്ദ ഹരി ഇത്രയൊക്കെ പാടുപെട്ടിട്ടും ആ കുട്ടികളൊന്നും കഴിക്കാതെ വന്നപ്പോ യശോദാമ്മ ആകപ്പാട് വരണ്ടു. ഭഗവാനെ, അന്നത്തെ കാലത്ത് ഈ കുട്ടിയൊക്കെ വന്നിട്ട് കൊടുത്ത് കടിപ്പിച്ചിട്ട് പിടിപ്പിക്കുന്ന 100 കൊണ്ട് കൂലി എന്ന് പറയുമ്പോൾ അടുക്കളയിൽ എന്താ ശബ്ദം കേട്ടു. എന്റെ പൊന്നെ, ഓ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വെച്ചതെല്ലാം പൂജ തിന്ന് കാണുന്ന ഓർത്ത് പെട്ടെന്ന് അടുക്കളയിലേക്ക് യശോദാമ്മ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു വന്നപ്പോൾ ആരു കൊണ്ടുപോയി, കാക്ക കൊണ്ടുപോയി, പൂച്ച കൊണ്ടുപോയി, ചോറല്ല കിണ്ണത്തിൽ ഒന്നും ഇല്ലാതെയായി, കണ്ണനുണ്ണി മാമുണ്ടല്ലോ. ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. നിർത്തൽ ചൊല്ലിക്കോളൂ. ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി. അങ്ങനെ അമ്മമാര് ആ കുഞ്ഞുങ്ങളെ കുഞ്ഞു കൊണ്ടുവന്നാട്ടെ, ഇനി എടുത്തോണ്ട് വന്നാട്ടെ. ആ ചെറിയൊരു 3 വയസ്സുകാരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരെ കുഞ്ഞുമായിട്ട് വന്നാട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളെ 3 വയസ്സ് പ്രായമുള്ള കുട്ടികളെ ഇവിടെ നിർത്തിക്കാട്ടെ. നമ്മുടെ കൊച്ചു കുട്ടികളെ കൊണ്ട് ഈ പലവതൊക്കെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾ അമ്മമാരെ പുറത്തുമാറിയില്ലേ, കുഞ്ഞിന് സുരക്ഷിതമാസം വിട്ടാല് അതെടുത്തോണ്ട് വരാൻ പറയണം. നമ്മുടെ ഈ അമ്പാടിയിലിരിക്കുന്ന ഭഗവാന്മാർക്ക് നിങ്ങൾ ഭക്തജനങ്ങൾ നേടിയിരിക്കുന്ന വിഭവങ്ങൾ കൊണ്ട് വെച്ചിരിക്കുക. നോക്കിക്ക് അത് കുഞ്ഞിന് കിടക്കും. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ആരും എന്തോ പറയുന്ന പോലെ കേട്ടല്ലോ. എന്താ അവിടെ ആരും പറഞ്ഞായിരുന്നോ? നിങ്ങളുടെ അടുത്ത് നിന്ന് ആരും എന്തോ പറഞ്ഞോ? കല്ലു വേണോ, നീല നിറം പോലും നല്ല കല്ലു വേണോ, നല്ല വൈകിട്ടേരോടുന്ന കല്ലു വേണമോ, നാരായണ നാരായണ കുറിച്ചോളൂ. നാരായണ നാരായണ നാരായണ. അമ്മമാരെ വാങ്ങിച്ചോളൂ. ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്ന കുട്ടികളുടെ അമ്മയ്ക്ക് ഒരു അവാർഡാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ പറഞ്ഞുവിട്ടാട്ടെ. നാരായണ ജപിക്ക് നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 നാരായണ. ഉറക്കെ ജപിക്ക്. കല്ലു വേണോ,
നില നിറം പോലും നല്ല കല്ലു വേണോ മല്ലവരി പേരോരുന്ന കല്ലു വേണമോ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ. ഹരിയോ. നമ്മുടെ കുട്ടികള് അങ്ങനെ ഓടിച്ചാടി കളിക്കട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് ഭഗവാന്റെ കൃപയ്ക്കായിക്കൊണ്ട് അനുഗ്രഹത്തിലായിക്കൊണ്ട് നാമം ജപിക്കാം. അച്ഛനാണ് എല്ലാവരും ആ കുഞ്ഞിനൊക്കെ അവിടെ നിർത്തി അവിടെ ഇരുന്നോളൂ. നമ്മൾ ഭഗവത് സ്വരൂപനായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ആ അച്ഛനെ എല്ലാവരും ആ ഭഗവത് സ്വരൂപത്തെ നോക്കിയിരുന്നാണ്ട് എല്ലാവരും ആ ഭഗവാൻ തിരുവോധാരം ചെയ്തിരിക്കുക. ആ ഭഗവാന്റെ മംഗളകരമായ രൂപത്തെ നിങ്ങളുടെ കണ്ടാട്ടെ. ഓം നിങ്ങളൊക്കെ അവിടെ പോയിരുന്നുണ്ടെങ്കിൽ ഓം ഭഗവാന്റെ നമുക്ക് വളരെ മനോഹരമായ രൂപം എല്ലാവരുടെയും മനസ്സിലാക്കി. എന്താണ് ആ രൂപം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാന്റെ പ്രതിമ കണ്ടിട്ടില്ലാത്ത കാര്യമില്ല. അപ്പം അങ്ങനെ ഒരു പ്രതിമ, ഒരു വിഗ്രഹത്തെ നിങ്ങൾക്ക് എല്ലാം പരിചിതമാണ്. തൃക്കാൽ രണ്ടും വിളച്ച് ആ തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കയ്യിൽ കാഞ്ചനോടക്കുഴലുമല പിടിച്ചൂടി മന്ദം ഹസിച്ചും തക്കത്തിൽ പേരി ചൂടി കരിമുടി വടിവും കൊണ്ടു നിൽക്കുന്നതുകൊണ്ടൻ നൽകാരുണ്യേന നിത്യം മമ കൃതി കളിയാടിടുവാൻ കൈതൊഴുന്നേ. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ അഷ്ടോത്തര അർച്ചനയാണ് ഇവിടെ നടത്തപ്പെടാൻ പോകുന്നത്. എല്ലാവരും ഒരേ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. പല നാമങ്ങൾ ജപിക്കരുത്, ഒരേ നാമം എല്ലാവരും ജപിച്ചോളൂ. ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവരും പരമ്പരാഗത സംസാരിക്കേണ്ടവർ പുറത്തോട്ട് പോയി സംസാരിക്കണം. കൃത്യമായിട്ട് കുറച്ച് നാമം ജപിച്ച് ചെയ്യുമ്പോൾ എല്ലാവരും കണ്ണടയ്ക്കണം. കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ മുൻവശത്തെ പാത്ര കുഞ്ഞുമോളെ ആ കരയുടെ കുഞ്ഞൊക്കെ ഇങ്ങോട്ട് മാറിക്കും. ആ കുഞ്ഞുങ്ങളായിട്ട് പോക്കോളൂ. ഇനി ഇവിടെ ഏകാന്തതയ്ക്ക് യാതൊരു നിമിഷം ഉണ്ടാവില്ല. ഇനി വലിയ സൂര്യൊക്കെ പോയി കറങ്ങി വന്നോളൂ. നിങ്ങൾ കുറേ സമയം കഴിയുമ്പോൾ ആ നിങ്ങളുടെ ഓരോരുത്തരുടെ മുന്നിൽ പാത്രം ഇരിപ്പുണ്ട്. ആ പാത്രത്തിൽ പുഷ്പങ്ങൾ ഇരിപ്പുണ്ട്. ആ പുഷ്പത്തിൽ നിന്ന് ഓരോരോ പുഷ്പങ്ങളായിട്ട് ഭഗവാന്റെ പതാകബന്ധത്തിൽ നമ്മൾ അർച്ചിക്കുകയാണെന്നുള്ള ഭാവനയിലിരിക്കണം. കുറേ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വയമേവ കണ്ണടയ്ക്കണം. നിങ്ങളുടെ ഓരോരോ പുഷ്പങ്ങളും ഭഗവാന്റെ പതാകബന്ധത്തിലേക്ക് വീഴണം. അപ്പം എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ആ അപാരം നിൽക്കേണ്ട ഇരുന്നാട്ട് ഒരു നിമിഷം കണ്ണടച്ച് ആ ഭഗവത് ശ്രീകൃഷ്ണൻ ഒന്നുകൂടെ കാണാം. ഓം പീതാംബരം കരവിരാജിതശങ്കചക്ര കൗമോദനീ സരസിജം കരുണാസമുദ്രം രാധാസഹായ അതിസുന്ദരമന്ദഹാസം വാതാലേശ അന്വിഷം ഹൃദി ഭാവയാമി. കോമളം പൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ സദാ പുരതോ ഉള്ളുരുക. കണ്ണിപ്പോൾ തുറക്കണ്ട, ഞാൻ പറയുമ്പോൾ തുറക്കണം. ഭഗവാനോട് പ്രാർത്ഥിക്കണം. അല്ലയോ കണ്ണ 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 കാർമൊഴി പറഞ്ഞ കൃഷ്ണ 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 പരമകല്യാണ വിധിയായ ശ്രീഹരി ശ്രീപതി ശ്രീജിതി കൃഷ്ണ കൃഷ്ണ എന്ന് ഉള്ളൊരുക്കി വിളിച്ച് എല്ലാ ദുഃഖങ്ങളും തീർത്തു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാന്റെ പതാകബന്ധത്തിൽ നമുക്ക് 108 നാമം ജപിക്കാം. ഞാൻ ഒരു പ്രാവശ്യം ജപിച്ചു കഴിയുമ്പോൾ അതുപോലെ ജപിക്കണം. ആരും നിൽക്കരുത്, എവിടെയെങ്കിലും വീതമാണ്, അല്ലാത്തൊരു പുറത്തോട്ട് പോയി തുടങ്ങണം. ഹരിയോ ഹരി. ഈ നാമം ജപിക്കുന്നത് വരെ കണ്ണട തുറക്കാതിരുന്നത് ഉത്തമം. അല്ലെങ്കിൽ തുറക്കാം. ശ്രദ്ധ പോകരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിൽ പിച്ചള പാത്രത്തിൽ പിച്ചള തടത്തിൽ പുഷ്പമുണ്ട്. ആ പുഷ്പങ്ങൾ ഓരോന്ന് ഭഗവാന്റെ പാതാരബന്ധത്തിൽ അർച്ചിക്കുന്നതിന് ഭാവിക്കണം. ഭക്തിപൂർവ്വം തല നിവർത്തിപ്പിടിക്കണം, തല കുറിച്ച് വിളിക്കരുത്. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഉറക്കെ ജപിച്ചോളൂ. ഓം ശ്രീ
ശ്രീകൃഷ്ണായ നമഃ. ഓം 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 ശ്രീകൃഷ്ണായ നമഃ. ചുണ്ട് ചേർത്ത് വെച്ച് ഇനി ഉറക്കൈ നാമം ജപിക്കണം. ചുണ്ട് ചേർത്ത് വെച്ച് ഉറക്കൈ നാമം ജപിക്കണം. ഈ നാമമാണ് ഭഗവാന്റെ പാതാരയിൽ തിരിച്ചത് വരുന്നത്. ഉള്ളൊരുകി കണ്ണടച്ച് ചുണ്ട് ചേർത്ത് ഉള്ളിലുറക്ക ജപിക്കണം. പുറത്തേക്ക് ശബ്ദം വരണ്ട. ആ ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് കണ്ണാ 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 എന്നുള്ളൊരുകി ഓം ശ്രീകൃഷ്ണായ എന്ന് പറഞ്ഞ് ഓരോരോ പുഷ്പങ്ങൾ ഭഗവാന്റെ പാതാരത്തിൽ തുടർച്ചയായി അർച്ചിച്ചാണ്ട് ഓം ശ്രീകൃഷ്ണായ ഓം ശ്രീകൃഷ്ണായ ഓം ശ്രീകൃഷ്ണായ എന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ ശരീരം അനക്കണ്ട, ഇതുപോലെ ഇരുന്നാൽ മതി. ആ ഭഗവാന്റെ പാതാരബന്ധത്തിലേക്കൊന്ന് കമഴ്ന്നിലേക്ക് നമസ്കരിച്ചാൽ കുനിഞ്ഞു വീണ് ശരീരം അനക്കരുത്. മനസ്സുകൊണ്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ആ ഭഗവാന്റെ രണ്ട് പാദത്തിലും ചുറ്റി പിടിച്ചാട്ട് എന്നിട്ട് മുഖം ചേർത്ത് രണ്ട് പാദത്തിലും ഉമ്മ കൊടുത്താട്ട് തല തല്ലി കരഞ്ഞാട്ട് കൃഷ്ണ 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 ഉറക്ക വിളിക്കൂ. ജന്മജന്മാന്തരങ്ങളാൽ ചെയ്ത് സകല കർമ്മങ്ങൾ പറയുക ഭഗവാനെ അവിടുത്തെ പാതാരങ്ങൾ നിങ്ങൾ അർച്ചിക്കുന്നു. കണ്ണ 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 എന്നുള്ളൂരിക്ക് വിളിച്ച് നിങ്ങൾ ആ കൈകൾ രണ്ട് ഭഗവാന്റെ പാദത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് തലയുയർത്തി ഭഗവാനെ നോക്കുകയാണ്. ശരീരവനക്കരുത്, തലയുയർത്തി ഭഗവാനെ നോക്കുകയാണ്. കരുണാമയനായിരിക്കുന്ന ഭഗവാൻ തല പൊടിച്ച് താഴോട്ട് വന്ന് നമ്മളുടെ രണ്ട് ചുമലിലും പിടിച്ച് നമ്മളെ ഉയർത്തി നമ്മുടെ ഭഗവാൻ മുഖത്തോട് മുഖം നിൽക്കുകയാണ്. അപ്പം നമ്മുടെ തൊട്ടുമുന്നിൽ ഭഗവാൻ നമ്മൾ തൊഴിൽക്കുകയാണ്. കണ്ണ 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 എല്ലാ ദുഃഖവും ഭഗവാനോട് പറഞ്ഞുകൊണ്ടു. എല്ലാം നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത അപരാധങ്ങൾ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത് തെറ്റി കിടക്കി ഒരുപാടുണ്ടല്ലോ. എല്ലാം പറഞ്ഞ് അന്നത്തെ സാഹചര്യത്തിൽ അറിയാതെ ചെയ്തു പോയി. കണ്ണ 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 എന്നെ വേദനിപ്പിക്കല്ലേ കണ്ണ 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 എന്ന് നിങ്ങൾക്ക് എന്നൊഴുകി ഒന്ന് കണ്ണുനീരുകൊണ്ട് ഭഗവാന്റെ പദാരബിന്ദത്തെ കഴിയിക്കുവാൻ കഴിയുമോ അപ്പം നിങ്ങളുടെ ദുഃഖം തീരും. അതിൻ്റെ അവൻ്റെ ആ കണ്ണ് തുറന്നു വരുമ്പോഴേക്ക് ഇവിടെ അർച്ചന നടത്തിയ നിങ്ങൾക്ക് വേണ്ടി തിരുമേനി ഒരു കർപ്പൂരാർന്ന് നടത്തും. അത് എഴുന്നേറ്റ് തൊഴുക, എന്നിട്ട് അവിടെ ഇരിക്കുക. ഇവിടെ പ്രസാദ നിവേദ്യമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ, പ്രസാദം കഴിക്കാൻ അങ്ങോട്ട് പോകാം. അല്ലാത്ത പരസ്പരം ഇരിക്കാൻ കഴിയുന്നവർ ഇരിക്കാം. 10 നാമവും കൂടെ ജീവിക്കാം. ഹരി ഓം ഹരി. ഭഗവാനെ വിളിച്ചോളൂ, ഉറക്കം വിളിച്ചോളൂ. അവർ തന്നെ നിന്നാൽ മതി.
യോഗീന്ദ്രാണാം ഗംഗേശവികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്രുതം വിസലയം നാഥ തേ പദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരവരേ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷ താപാ പ്രതിശത പരമാനന്ദ സന്തോഷലക്ഷ്മി. ഹരിയോ ഹരി ഓ. ഇങ്ങനെ കുറേ സമയം പ്രയത്നിക്കണം. ഈ യജ്ഞശാലയിൽ വന്നിട്ടുള്ള ഭക്തജനങ്ങളെ മറ്റന്നാൾ, അതായത് ഇന്ന് 3, 4, നാളെ 4, ബുധനാഴ്ച 5ാമത്തെ ദിവസം നമ്മുടെ ഈ യജ്ഞമണ്ഡപത്തിൽ ഒരു മഹത്തായ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നുണ്ട്. ആ മൃത്യുഞ്ജയ ഹോമത്തിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം. പ്രസാദം സ്വീകരിക്കാനായി ക്യൂവിൽ നിൽക്കുന്നവരും ഈ യജ്ഞശാലയിൽ ഇരിക്കുന്നവരും ഈ ശബ്ദം കേൾക്കുന്നവരും എല്ലാവരും, കാരണം ഇത് ആദ്യത്തെ നവാഹമാണ്. ആ നവാഹവുമായി ബന്ധപ്പെട്ട് ഈശ്വര പ്രീതി വരുത്തണം. 6ാമത്തെ ദിവസം പാർവതി പരിണയമാണ്. അപ്പോൾ ശ്രീ പരമേശ്വരനെ നമുക്ക് അങ്ങേയറ്റം സന്തുഷ്ടനാക്കിക്കൊണ്ട് വേണം പരിണയം നടത്താൻ പോകാൻ. അത് കണക്കാക്കി ശ്രീ പരമേശ്വര പ്രീതിക്കായിക്കൊണ്ട് നാളെ അല്ല ബുധനാഴ്ച, ബുധൻ നോക്കി വെച്ചതാണ്, മഹത്തായ ഒരു മഹാമൃത്യുഞ്ജയ ഹോമമുണ്ട്. അതിന് വളരെ കുറഞ്ഞ ഒരു റേറ്റേ വെച്ചിട്ടുള്ളൂ. 6-7 വിഭവങ്ങളെ കൊണ്ട് 144 എന്ന ക്രമത്തിൽ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഇവിടെ തന്നെ നമ്മുടെ യജ്ഞശാലയിൽ തന്നെ നിങ്ങളെ ചുറ്റുപാട് വരുത്തി നാമം ജപിച്ച് അന്ന് ഈശ്വരനാമം ജപിക്കും. ഈ മൃത്യുഞ്ജയ ഹോമത്തിലും നാമം ജപിക്കും. അങ്ങനെ ഈശ്വര പ്രീതി, ശ്രീ പരമേശ്വര പ്രീതി കൂടി നേടാനുള്ള ആ മഹത്തായ ഹോമത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി നമ്മൾ കുറച്ച് പേർക്ക് നാമം ജപിക്കേണ്ടവർക്ക് കുറേ നാമം ജപിക്കാനാണല്ലോ നമ്മുടെ അച്ഛൻ, നാമം ജപിക്കാനും ജപിപ്പിക്കാനും. അങ്ങനെ ഇവിടെ പൂർണ്ണമായും ഒരു 10-15 മിനിറ്റ് ഇരിക്കാൻ കഴിയുന്നവർ മാത്രം ഇരിക്കണം. അല്ലാത്തവർക്ക് അത്രയും സമയം സഹിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് ഇന്ന് പ്രസംഗമില്ല, ഇത് നാമജപം മാത്രം. ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ ഞാൻ എല്ലാ യജ്ഞശാലയിലും ഒരു ദിവസം കൊടുക്കും. അതെല്ലായിടവും 3ാമത്തെ ദിവസമായിരിക്കും. അത് നവാഗത്തിൻ്റെ ഇടയിലായാലും 3ാമത്തെ ദിവസമാണ് കൃഷ്ണാവതാരം. സപ്താഹത്തിൻ്റെ ഇടയിലാണ് 3ാമത്തെ ദിവസമായി. അപ്പം എന്ത് പറയാനുണ്ടെങ്കിലും രാവിലെയും വൈകിട്ടും ഇടയ്ക്കുമൊക്കെ പറയും. ആ ഉച്ച സമയത്ത് നാമജപം മാത്രം. കാരണം നിങ്ങൾ ജപിക്കുന്ന ഓരോ നാമവും നിങ്ങളുടെ അക്കൗണ്ടിൽ ചെന്ന് വീഴും. ഇത് കലിയുഗത്തിൽ നാമജപം കൊണ്ടല്ലാതെ നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ഒരു പരിഹാരവും ഉണ്ടാവില്ല. നാമസങ്കീർത്തനം യസ്യ, എത്ര കണ്ട നാമങ്ങളെയാണോ നിങ്ങൾ ജപിക്കുന്നത് ആ നാമങ്ങളാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് ഉള്ളൂരിക നാമം ജപിക്കണം. ഇവിടെ നാമജപത്തിലുള്ള സമയമാണ് എന്ന് മാത്രം പറയുന്നു. ഇവിടെ നിൽക്കാൻ താല്പര്യമുള്ളവർ മാത്രം, അതായത് ഇരുന്നത് നാമം ജപിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇരിക്കുക. അല്ലാത്തവരെ പ്രസാദ സ്വീകരണത്തിനായി പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇരിക്കുന്ന ആൾക്കാർ കുറേ സമയമെങ്കിലും ഇരിക്കത്തക്ക മനോഭാവമാണ്. അങ്ങനെയുള്ളവർ മാത്രം ഇരുന്നാലും അല്ലാത്തവർ പോയാലും കാര്യം